ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ കൃത്യമായിട്ട് എഴുതുക. തൊട്ടടുത്ത് നോക്കിയാൽ അറിയാം കൂട്ടുകാർക്ക് എത്ര പ്രവർത്തനങ്ങളാണുള്ളതെന്ന്. 6 പ്രവർത്തനങ്ങളാണുള്ളത്. അപ്പോൾ ഈ 6 പ്രവർത്തനങ്ങളും കൂട്ടുകാർ നിർദ്ദേശം അനുസരിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിർദ്ദേശം നോക്കിയേ, 15 മിനിറ്റ് കൂട്ടുകാർക്ക് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് കൂട്ടുകാർ എന്ത് ചെയ്യണം? ചോദ്യങ്ങളൊക്കെ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. 6 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉപചോദ്യങ്ങളുണ്ടാവും, അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. നമുക്കിനി ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, കലോത്സവം. ചന്ദ്രഗിരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3 ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, LPയിൽ 2318 പേരും UPയിൽ 1980 പേരും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായിട്ട് 2050 പേരുമാണ് പങ്കെടുത്തത്. അപ്പോൾ ഈ ചോദ്യം നോക്കിയേ, UP വിഭാഗത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതലായി LP വിഭാഗത്തിൽ പങ്കെടുത്തു? LP വിഭാഗത്തിലെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് UP വിഭാഗത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം കുറച്ചാൽ മതി. ഇവിടെ ഉത്തരം കിട്ടും. അടുത്ത രണ്ടാമത്തത് നോക്കി, കലോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി 3 എണ്ണങ്ങളും തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനായി ഭക്ഷണപ്പുരയിലേക്ക് 2250 സ്റ്റീൽ ഗ്ലാസുകൾ കൊണ്ടുവന്നു. ഒരു ഗ്ലാസ്സിന് 3 ദിവസത്തേക്ക് 3 രൂപയാണ് വാടക. ആകെ എത്ര വാടക നൽകി? എങ്ങനെയാണ് കണ്ടെത്തുക കൂട്ടുകാരെ? 2250 ഗുണം 3. ഉത്തരം കിട്ടി അല്ലേ? അടുത്ത് നോക്കിയേ പ്രവർത്തനം 2, ഗണിതമേള. ഈ ചോദ്യം, സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ പ്രദർശിപ്പിക്കാൻ അനു നമ്പർ ചാർട്ട് തയ്യാറാക്കുകയാണ്. വിട്ടുപോയത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിട്ടുപോയത് കൂട്ടുകാരിവിടെ പൂർത്തിയാക്കി പാറ്റേൺ എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് പാറ്റേൺ പൂർത്തിയാക്കാനായിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. ബി ചോദ്യം കണ്ടോ, സ്കൂൾ ഗണിതശാസ്ത്ര മേളയിൽ അവതരിപ്പിച്ച ചിത്ര പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അടുത്ത ചിത്രം കൂട്ടുകാർ വരയ്ക്കുക. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് ചിത്ര പാറ്റേണും സംഖ്യാ പാറ്റേണും ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അത് രണ്ടും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പ്രവർത്തനം 3, വൈദ്യുതി ഉപയോഗം. നിലവൂർ UP സ്കൂളിലെ കുട്ടികൾ ശാസ്ത്ര പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പ്രദേശത്തെ വീടുകൾ സന്ദർശിച്ചു. ജൂൺ, ആഗസ്റ്റ് മാസങ്ങളിലെ വൈദ്യുതി മീറ്റർ റീഡിങ് ശേഖരിച്ചു. പട്ടിക ഇവിടെ താഴെ കൊടുക്കുകയാണ്. പട്ടിക നോക്കിയ കൂട്ടുകാരെ, ഗൃഹനാഥൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, മീറ്റർ റീഡിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഉപയോഗിച്ച വൈദ്യുതി യൂണിറ്റ് എത്രയാണെന്ന് കൂട്ടുകാർ ഇവിടെ കണ്ടെത്തി എഴുതണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഈ ചോദ്യം നോക്കിയേ, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ആരുടെ വീട്ടിലാണ്? എത്രയാണെന്നും എഴുതുക. സി, 1 യൂണിറ്റ് വൈദ്യുതിക്ക് 6 രൂപയാണ്. ഷാജിയുടെ വീട്ടിൽ വൈദ്യുതിക്ക് വേണ്ടി എത്ര രൂപ ചെലവായി? അതും കൂട്ടി കൂട്ടുകാർ എഴുതുക. പ്രവർത്തനം 4, പിറന്നാൾ കലണ്ടർ. 2023 ഒക്ടോബർ മാസത്തെ കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കലണ്ടറിലെ ഒഴിഞ്ഞ കളങ്ങൾ കൂട്ടുകാർ പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒഴിഞ്ഞ കളങ്ങൾ കൂട്ടുകാർ പൂർത്തിയാക്കി എഴുതുക കേട്ടോ. ഈ ചോദ്യം നോക്കിയേ, ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണ്. ഇന്ദുവിൻ്റെ പിറന്നാൾ 25/10/23 അന്ന് ഏത് ദിവസമാണ്? അടുത്ത് സി ചോദ്യം, 2023 നവംബർ മാസത്തെ 2ാം ശനിയാഴ്ചയാണ് റാഫിയുടെ പിറന്നാൾ. അന്ന് ഏത് തീയതിയാണ്? അടുത്ത സി ചോദ്യം നോക്കിയേ, 2023 നവംബർ മാസത്തെ 2ാം ശനിയാഴ്ചയാണ് റാഫിയുടെ പിറന്നാൾ. അന്ന് ഏത് തീയതിയാണ്? എഴുതിക്കോളൂ കൂട്ടുകാരെ. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, പ്രവർത്തനം 5, വർണ്ണക്കൂടാരം. കുരുവിപ്പാലം ഗവൺമെൻറ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച്
ചതുരാകൃതിയായ കെട്ടിടം അലങ്കരിക്കാൻ തീരുമാനിച്ചു. ഈ ചോദ്യം നോക്കിയേ. 84 മീറ്റർ നീളത്തിലും 56 മീറ്റർ വീതിയിലും ചതുരാകൃതിയിൽ LED ബൾബ് മാല കെട്ടാൻ എത്ര മീറ്റർ ബൾബ് മാല വേണ്ടിവരും? നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ കിട്ടുന്ന ഉത്തരമാണ് LED ബൾബ് മാല കെട്ടാൻ വേണ്ടി വരുന്ന മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ബി ചോദ്യം. 1 മീറ്റർ LED ബൾബ് മാലയ്ക്ക് 30 രൂപയാണ് വാടക. ആകെ എത്ര രൂപ ചിലവ് വരും? അപ്പോൾ നമുക്ക് എത്ര മീറ്ററാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. സി ചോദ്യം. പ്രീ പ്രൈമറി വിഭാഗത്തിന് പുതുതായി നിർമ്മിച്ച പാർക്കിന് സമചതുരാകൃതിയാണ്. ഒരു വശം 21 മീറ്ററാണ്. പാർക്കിന് ചുറ്റും റിബൺ കെട്ടാൻ ആകെ എത്ര മീറ്റർ റിബൺ വേണ്ടിവരും? സമചതുരാകൃതിയിലാണ് പാർക്ക് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും 21 മീറ്റർ തന്നെയാണ്. അപ്പോൾ നീളവും വീതിയും ഗുണിച്ച് നോക്കിയ കൂട്ടുകാരെ എത്ര റിബണാണ് കെട്ടേണ്ടതെന്ന ഉത്തരം കിട്ടും. അടുത്ത് നോക്കിയ പ്രവർത്തനം 6. തീവണ്ടി യാത്ര. കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ 4 മണിക്ക് യാത്ര ആരംഭിച്ചു. 7 മണിക്കൂർ 10 മിനിറ്റ് യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി. ചോദ്യങ്ങൾ നോക്കിയേ. എത്ര മണിക്കാണ് ട്രെയിൻ കാസർഗോഡ് എത്തിയത്? കൂട്ടി എഴുതിക്കോളൂ കൂട്ടുകാരെ. ബി ചോദ്യം. മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും 19:25 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:40 കാസർഗോഡ് എത്തി. യാത്രയ്ക്ക് എത്ര സമയം വേണ്ടി വന്നു? അതും കൂട്ടുകാർ ഡിഫറൻസ് കണ്ടെത്തി എഴുതുക കേട്ടോ. അടുത്ത് നോക്കിയേ. കുറഞ്ഞ സമയം കൊണ്ട് കാസർഗോഡ് എത്തിയത് ഏത് ട്രെയിനാണ്? സമയ വ്യത്യാസം എത്ര? കണ്ടെത്തി എഴുതാമോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നോക്കിയായിരുന്നു. കൂട്ടി എഴുതാനുണ്ട് കുറച്ച്, അതുപോലെ തന്നെ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പാറ്റേണുകൾ കണ്ടെത്താനുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ സമയം കണ്ടുപിടിക്കാനുള്ള എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്